ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിച്ചൊരു സംഭവത്തെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. ജയിലിൽ നിന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഷാനവാസും പിന്നെ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയും ലക്ഷ്മിയും ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായ ആ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ആദിലയും നൂറയും കൂടി സംസാരിക്കുന്നുണ്ട്. ഷാനവാസിനെ പറ്റിയാണ് പറയുന്നത്. ആദിലയാണ് പറയുന്നത് കേട്ടോ, ഇക്ക അത്ര നല്ലവനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇക്ക ഒരു മെയിൽ ഷോവനിസ്റ്റ് തന്നെയാണ്. അയാള് അത് ബിന്നി ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം, ഫീമെയിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ബിന്നിയെ അനുസരിക്കാൻ മടി കാണിച്ചു, ആ രീതിയിലൊക്കെ ആതിര പറയുന്നുണ്ട്. അപ്പൊ നൂറയാണ് പറയുന്നത് അയാള് നല്ല ഒന്നാന്തരം ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു യെല്ലോ സോഫയുടെ ആ ഒരു അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ആതില പറയുന്നുണ്ട്, തെറ്റ് ആര് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കണം. അതിപ്പോ അനു ആണെങ്കിൽ പോലും അത് ചൂണ്ടിക്കാണിക്കണം, അത് പറയണം, അല്ലാതെ നമ്മൾ മിണ്ടാതൊന്നും ഇരിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഷാനവാസുമായിട്ട് ഇവർ അധികം വൈകാതെ തന്നെ ഫൈറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഷാനവാസിനെതിരെ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള പുറപ്പാട് തന്നെയാണ് ഇത്. കാരണം ഇവരല്ലേ പിന്നെ ഇങ്ങനെ ഇരുന്ന് പറയത്തില്ലല്ലോ, ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് ഓപ്പൺ ആയിട്ട് നൂറ പറഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ട് ഞാൻ പറയുവാണെന്ന് പറഞ്ഞിട്ട് തന്നെ നൂറ ഇത് പറയുന്നുണ്ട്, ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം. ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായിടത്തോളം ബിന്നി ഇതിനെ വളരെ സ്ട്രാറ്റജിക്കലി ഒരു വുമൺ കാർഡ് ഇറക്കി കളിച്ച പോലെയാണ് തോന്നിയത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ബിന്നി ഇതിനകത്തൊരു വുമൺ കാർഡ് ഇറക്കി കളിച്ചതാണ്. ബിന്നിയാണ് അങ്ങോട്ട് പോയി ചൊറിഞ്ഞത്. ഇത് ലൈവില് വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ്. ബിന്നി അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ഒരു റിയാക്ഷൻ വരുത്തി ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന്, എന്നിട്ട് വുമൺ കാർഡ് ഇറക്കി. അപ്പം പിന്നെ എളുപ്പമായല്ലോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റിയാക്ട് ചെയ്ത് ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു, വുമൺ കാർഡ് ഇറക്കി. സിമ്പിൾ കാര്യമാണ്, നമ്മൾ എല്ലാ സീസണിലും കാണുന്ന കാര്യമാണ്. ബിന്നി ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്റ്റൻ സൂപ്പറാണ് എന്ന് പറയാൻ ഇവരുടെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ തന്നെ ബിന്നിയുടെ ഗെയിം പാളി. ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് ഇവര് പറഞ്ഞിട്ട് വേണോ ബിന്നിക്ക്? അത് അവിടെ തന്നെ ബിന്നിയുടെ ഗെയിം പുറത്ത് വന്നു, അത് പാളിപ്പോയി. പിന്നെ ബിന്നിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി പറയണമെന്ന് പറഞ്ഞു. ഷാനവാസ് അവിടെ എന്ത് തെറ്റ് പറഞ്ഞിട്ടാണ് സോറി പറയേണ്ടതെന്നുള്ളത് ബിന്നി വ്യക്തമാക്കിയില്ല. ഷാനവാസ് ഒരു രീതിയിലുള്ള തെറ്റും പറഞ്ഞില്ല. ബിന്നിയാണ് ആദ്യം ഷാനവാസിന്റെ കുടുംബത്തെ പറ്റി സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ രീതിയിലും ബിന്നിയുടെ ഗെയിം എക്സ്പോസ് ആയി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഷാനവാസ് ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവര് സ്ത്രീവിരുദ്ധൻ എന്ന് വിളിക്കുന്നുണ്ട് ആദിലയും നൂറയും. അവരിനി എന്ത് ഗെയിമാണ് ഷാനവാസിനെതിരെ കളിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയണം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും